പറഞ്ഞപ്പോൾ രത്തൻ ടാറ്റ മരിച്ചല്ലോ, അദ്ദേഹത്തെ പറ്റി ഒരു അനുഭവക്കുറിപ്പ് അമിതാഭ് ബച്ചൻ എഴുതി. അമിതാഭ് ബച്ചൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സിനിമാ നടനായിട്ട് നടക്കുമ്പോൾ ഇദ്ദേഹം വിമാനത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ ഒരാളിരിക്കുന്നു. അപ്പോൾ സാധാരണ അമിതാഭ് ബച്ചൻ പോയി ഇരുന്നാൽ അമിതാഭ് ബച്ചൻ്റെ കൂടെ ആളുകൾ ഭയങ്കര വർത്തമാനം പറയാൻ തൊഴുമ്പോൾ ഇതൊക്കെ ഇയാൾ മൈൻഡ് ചെയ്യുന്നില്ല. കുറേ ആയിട്ടും അമിതാഭ് ബച്ചന് വല്ലാത്തൊരു അസ്വസ്ഥത. ചേട്ടാ, ഈ മനുഷ്യൻ എന്നോടൊരു വർത്തമാനം പറഞ്ഞില്ല, എന്നെ അറിയില്ല ഇയാൾക്ക്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയാവോ? ഇത് പരിചയമില്ല എന്ന് പറഞ്ഞു. ഞാനാണ് അമിതാഭ് ബച്ചൻ. അപ്പോൾ അയാൾ, ഓ നിങ്ങളാണ് അമിതാഭ് ബച്ചൻ, ഓക്കെ. ഇവിടെയൊക്കെയോ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാനങ്ങനെ സിനിമയൊന്നും കാണാറില്ല. ചേട്ടാ, എന്നെ അറിയാത്തൊരു മനുഷ്യൻ ഈ രാജ്യത്ത്. ഇയാൾക്ക് പുച്ഛം തോന്നി. അവസാനം ഇറങ്ങാൻ നോക്കുമ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങളുടെ പേരെന്താ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനാ രത്തൻ ടാറ്റ, ഈ വിമാനത്തിൻ്റെ മുതലാളി. മനസ്സിലായോ? അപ്പോൾ അമിതാഭ് ബച്ചൻ പറയും, ഞാൻ ആകെ ഐസായിപ്പോയി. രത്തൻ ടാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയാണിത്. എനിക്ക് അയാളെ അറിയില്ല. ഞാൻ അയാളെ കുറ്റപ്പെടുത്തിയല്ലോ. നമ്മൾ എത്ര വലുതായാലും ഒരു ശ്വാസത്തിനല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, 2-3 കൊല്ലം മുമ്പ് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണുന്ന ഒരു വൈറസ് വിചാരിച്ചിട്ട് നമ്മളെ മുഴുവൻ ആളെയും കുടുക്കി കിടത്തിയില്ലേ? ലോക്ക്ഡൗണ് വന്നില്ലേ? ആലോചിച്ച് നോക്കൂ. പിന്നെ എന്തിനാ അഹന്ത? അതുകൊണ്ട് ഫോർവേഡ് ലീൻ, മുന്നോട്ട് കുനിയുക. ടച്ച്, തൊടണം മക്കളെ, തൊടണം. മക്കൾ എത്ര വലുതായാലും അവരെ തൊടണം, ചേർത്ത് പിടിക്കണം. എനിക്കിപ്പോൾ ഫോണിലൂടെ പരാതി പ്രളയമാണ് ഇപ്പോൾ വീട്ടിൽ വരുന്നത്. മകൻ MSc പഠിക്കുക, ഹോസ്റ്റലിലാണ്. മിഞ്ഞാന്ന് രാത്രി വീട്ടിലെത്തി. ഞാൻ മിഞ്ഞാന്ന് രാത്രി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ഒന്ന് കണ്ട് പുറപ്പെട്ടു. അവൻ വരുന്നത് എൻ്റെ കൂടെ കിടന്നിട്ട് അവൻ്റെ പുറഞ്ഞൊറിഞ്ഞു കൊടുക്കണം. ഞാൻ എൻ്റെ മേലെ കാലെടുത്ത് വെച്ച് ഉറങ്ങാൻ അവൻ വരുന്നത്. ഇനിയിപ്പം ഞാൻ നാളെ വീട്ടിലെത്തുമ്പോഴേക്കും അവൻ പോവും. അതിൻ്റെ സങ്കടമാണോ ഇങ്ങനെ വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ വീട്ടിലില്ലേ പിന്നെ ഞാനിങ്ങ് വരുമോ? കുട്ടികളെ ചേർത്ത് പിടിക്കണ്ടേ? കെട്ടിപ്പിടിക്കണം, ചുമലിൽ കൈവെക്കണം, പുറത്ത് മാന്തി കൊടുക്കണം. ടച്ച്, അത് അച്ഛനും അമ്മയും തമ്മിൽ തൊടണം.